ജീവികളെ നിർവചിക്കാൻ ഗ്രോത്തും റീപ്രൊഡക്ഷനും മാത്രം പോരെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഒരു ജീവിയെ യഥാർത്ഥത്തിൽ ജീവിയാക്കുന്നത് എന്താണ്? ചുറ്റുപാടുകളിൽ നടക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യാനുള്ള കഴിവിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മനുഷ്യർ മാത്രമല്ല, സസ്യങ്ങൾ പോലും ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ പോലുള്ള സ്റ്റിമുലാക്കൾക്ക് പ്രതികരിക്കുന്നു. ഇപ്പോൾ ഒരു ചിന്താപ്രേരകമായ ചോദ്യം നോക്കാം. ചില കോമ പേഷ്യൻസിന്റെ ഹാർട്ടും ലങ്സും മെഷീൻ സഹായത്തോടെ പ്രവർത്തിച്ചേക്കാം. പക്ഷേ ബ്രെയിൻ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കും. അവർക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ല. സ്വയം തിരിച്ചറിയാനോ ചുറ്റുപാടുകളോട് പ്രതികരിക്കാനോ കഴിയില്ല. അപ്പോൾ ഇത്തരം വ്യക്തികളെ ലിവിംഗ് എന്ന് വിളിക്കണോ? നോൺ ലിവിംഗ് എന്ന് വിളിക്കണോ? ഇതാണ് ജീവന്റെ നിർവചനത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ജീവന്റെ രഹസ്യം ഒരു സെല്ലോ മോളിക്യൂളിലോ ഒറ്റയ്ക്കില്ല. അവ തമ്മിലുള്ള ഇന്ററാക്ഷൻസിലാണ്. ചെറിയ ഘടകങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ പുതിയ പ്രത്യേകതകൾ രൂപപ്പെടുന്നു. ഇവയെ എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു. ജീവന്റെ ഓരോ തലത്തിലും ഈ ഓർഗനൈസേഷണൽ കോംപ്ലെക്സിറ്റി കാണാം. ഓരോ ഉയർന്ന തലത്തിലും പുതിയ പ്രത്യേകതകൾ ഉദിക്കുന്നു. അതുകൊണ്ടാണ് ജീവികളെ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, എവോൾവിംഗ്, സെൽഫ് റെഗുലേറ്റിംഗ് ഇന്ററാക്റ്റീവ് സിസ്റ്റംസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയ്ക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലാക്കളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും കഴിയും. ബയോളജി എന്നത് ഭൂമിയിലെ ജീവന്റെ കഥയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായുള്ള എവല്യൂഷനിന്റെ അത്ഭുതകഥ. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയിലെയും എല്ലാ ജീവികളും കോമൺ ജനറ്റിക് മെറ്റീരിയൽ വഴി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കോൺഷ്യസ്നെസ് തന്നെയാണോ ജീവന്റെ യഥാർത്ഥ അടയാളം? ബ്രെയിൻ ഡെഡ് പേഷ്യന്റിനെ നിങ്ങൾ ലിവിംഗ് ആണെന്ന് കരുതുന്നുണ്ടോ? കോമെന്റ് ചെയ്യൂ. ഓയുടെ കൂടുതൽ അത്ഭുതങ്ങൾക്കായി എൻ ബയോളജി അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യൂ.